ഹായ് ഓൾ. നമ്മുടെ റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിസിക്സിന്റെ ഒരു അടിപൊളി ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിസിക്സിന്റെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്. അധികം ടോപ്പിക്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. വെറും മൂന്ന് ടോപ്പിക്സ് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. പുതിയതായിട്ട് നമ്മളൊരു കറണ്ട് പഠിക്കും, വിച്ച് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമുക്കറിയാവുന്ന കറണ്ട് ഏതാ? വിച്ച് ഈസ് ഫ്ലോ ഓഫ് ചാർജസ്. ഫ്ലോ ഓഫ് ചാർജസ് കാരണം ഒരു കറണ്ട് ഉണ്ടാകും, വിച്ച് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ കറണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ ഓൾറെഡി ആ കണ്ടക്ഷൻ കറണ്ടിനെ പറ്റി പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ കറണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കറണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ നമ്മൾ എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? കപ്പാസിറ്റർ എന്ന് പറയുന്ന സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ കപ്പാസിറ്റർ എന്ന് പറയുന്ന സിസ്റ്റം കൺസിഡർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആംബിയേഴ്സ് ലോ ഉപയോഗിക്കുന്നുണ്ട്. ആംബിയേഴ്സ് ലോ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആ ആംബിയേഴ്സ് ലോ ചെയ്യുമ്പോഴത്തേക്കും കപ്പാസിറ്റർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഒരു കറക്ഷൻ ഫീൽ ചെയ്യും. ഓക്കെ. ആ കറക്ഷൻ അല്ലെങ്കിൽ ആ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിനെ മാക്സ്വെല്ല് റീറൈറ്റ് ചെയ്തു. റീറൈറ്റഡ് ആസ് ആംബിയർ മാക്സ്വെൽ ലോ. ഓക്കെ. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് മാക്സ്വെല്ല് കൊണ്ടുവന്നു. നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഫ്രണ്ടിലത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പെറുക്കി എടുത്തതേ ഉള്ളൂ. ഓക്കെ. ആ 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ 4 ഇക്വേഷൻസിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത്, എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക് ഏതാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറയും. ഓക്കെ. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സെക്കൻഡ് ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ലാസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ അറേഞ്ച്മെന്റിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ അകത്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിലെ ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. അതിൽ ആദ്യത്തെ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും, വേവ്സിന്റെ പ്രോപ്പർട്ടീസ്. ആ 2 ഏരിയയിൽ നിന്നുമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? Without the concept of displacement current, it is not possible to correctly apply Ampere circuited law. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആംബിയർ സർക്യൂട്ടഡ് ലോ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും കപ്പാസിറ്റർ സിസ്റ്റത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. കപ്പാസിറ്റർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും വന്ന ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ കറക്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ടേം ആണ് ആര്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ. On a path parallel to the plates of parallel plate capacitor C is. ആ കപ്പാസിറ്റർ സിസ്റ്റത്തിൽ എവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത്? നോക്കാം നമുക്കൊന്ന്. ഓക്കെ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇതിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു കറണ്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ചാർജ്ഡ് ആവും. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡും റൈറ്റ് ഹാൻഡ് സൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡും ആയി. ഓക്കെ. ഇങ്ങനെ ഉണ്ടാവുന്ന ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ചാർജ്ഡ് ആയി. അപ്പം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ചാർജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഓക്കെ. ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പം ഈ പ്ലേറ്റ്സിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് തരും? നമുക്ക് ഒരു കറണ്ട് തരും, വിച്ച് ഈസ് നോൺ ആസ്
ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ പാരലൽ പ്ലേറ്റ്സിന് അക്രോസ് ആണ് എന്തുണ്ടാവുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത്. അതല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നതെന്ന്? എവിടെയാണ്? ദ റീജിയൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. പ്ലേറ്റ്സിനിടയിലാണ് എന്തുണ്ടാവുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദേ വീണ്ടും ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്താ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? RMS വാല്യൂ ഓഫ് കണ്ടക്ഷൻ കറണ്ട്. കണ്ടക്ഷൻ കറണ്ടിന്റെ RMS വാല്യൂ. ഓക്കെ, ഈ ഒരു ഫിഗർ നമ്മൾ EM വേവ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് തിയറി ഒക്കെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അകത്ത് പഠിക്കുന്നുണ്ട്. RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ടിന്റെ RMS വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ IRMS. എന്താണ് IRMS? IRMSനെ നമുക്ക് എങ്ങനെ എഴുതാം? യൂസിങ് ഓംസ് ലോ. ഓംസ് ലോ വെച്ച് നമുക്ക് എഴുതാം. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ കപ്പാസിറ്റർ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ എടുക്കണം റെസിസ്റ്റൻസിന് പകരം എന്തെടുക്കണം? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഇതിനെ അപ്ലൈഡ് വോൾട്ടേജിനെ ERMS ബൈ XC എന്ന് എഴുതത്തില്ലേ? എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ERMS തന്നിട്ടുണ്ടോ? ഒരു വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. 230 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 230 വോൾട്ട് എന്താണ്? നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് അല്ലേ? 230 വോൾട്ട്. അത് RMS വാല്യൂ ആണോ അതോ പീക്ക് വാല്യൂ ആണോ? RMS വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 230 വോൾട്ട് ഡിവൈഡഡ് ബൈ, ഇനി എന്താ XC? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് XC. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. പകരം അവരെന്താ തന്നിരിക്കുന്നത്? കപ്പാസിറ്റൻസിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/ωc. 1/ωc. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 230 ഇൻറ്റു 1/ωc ഡിനോമിനേറ്ററിലാണ്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ മേളിൽ പോകും. 300 ഇൻറ്റു 100 പൈക്കോ ഫാരഡ്. ഓക്കെ, എത്ര കിട്ടും? പൈക്കോ എത്രയാടാ കുഞ്ഞുങ്ങളെ? 10⁻⁻12 അത്രയും ആംബിയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6.9 1 2 3 4 5 6 ഇൻറ്റു 10⁻⁻6 ആംബിയർ, അല്ലെങ്കിൽ 6.9 മൈക്രോ ആംബിയർ. ഓക്കെ, ഈ ഇക്വേഷൻസ് നമ്മൾ AC വോൾട്ടേജിനകത്ത് പഠിക്കുന്നതാണ്. ഈ ഫിഗർ നമ്മൾ EM വേവ്സിനകത്ത് പഠിക്കുന്നു. കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേണ്ടോ? ACയും EM വേവ്സും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ. റൈറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ കപ്പാസിറ്റർ സിസ്റ്റം നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും ആംബിയർ സർക്യൂട്ട് ആൻഡ് ലോയ്ക്കകത്ത് ഒരു ഇൻകൺസിസ്റ്റൻസി ഒക്കെ ഫീൽ ചെയ്തു. അത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഒക്കെ വെച്ച് റീപ്ലേസ് ചെയ്തു, ഇക്വേഷൻസ് റീറൈറ്റ് ചെയ്തു. ആംബിയർ സർക്യൂട്ട് ആൻഡ് ലോ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ റീറൈറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ നമ്മളോട് ചോദിച്ചിരിക്കുക മാക്സ്വെൽസ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്? നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതാണ് നമ്മുടെ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. എന്താ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? എന്തിനെ പറ്റിയാ പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റി. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇന്റഗ്രൽ ഫോമിൽ എഴുതിയാലോ? എങ്ങനെ എഴുതാൻ പറ്റും? ക്ലോസ്ഡ് ഇന്റഗ്രൽ വെക്ടർ E ഡോട്ട് ds ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ബൈ ε0. നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ഇക്വേഷനാ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന്, അല്ലെങ്കിൽ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഓർത്തിരിക്കാൻ എന്താ ഒരു വഴി? ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ എടുക്കത്തില്ലേ? എന്താ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. അതിന്റെ ഇന്റഗ്രൽ ഫോം എഴുതിയാലോ? എന്ത് കിട്ടും? ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot ds is equal to 0, which means magnetic monopoles exist ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിച്ചു. ഇനി തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഏതാ?
തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ച ഒരു ഇക്വേഷനാണ്. ഏതാ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എഴുതിയാലോ? എന്താ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം? ലൈൻ ഇൻ്റഗ്രൽ E ഡോട്ട് dl ഈസ് ഈക്വൽ ടു മൈനസ് d∅ ബൈ dt. ഓക്കെ, ആ ഫൈ മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഫിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാം, മൈനസ് d∅b ബൈ dt. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ഏതാ? ആംബിയേഴ്സിന്റെ സർക്യൂട്ടൽ ലോയ്ക്കകത്ത് നമ്മൾ ആ ചെറിയൊരു കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. ആ കറക്ഷനും കൂടെ ചേർത്തുള്ള പുതിയ ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആ ഇക്വേഷൻ? ലൈൻ ഇന്റഗ്രൽ B ഡോട്ട് dl ഈസ് ഈക്വൽ ടു μ0 ടൈംസ് I. ഇതാണ് നമ്മുടെ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് മാക്സ്വെൽ എന്ത് ചെയ്തു? ഒരു കറക്ഷൻ നടത്തി. ആ കറക്ഷൻ ഏതാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെയും കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് എങ്ങനെ എഴുതാം? μ0 ε0 d∅e ബൈ dt. μ0 ε0 d∅e ബൈ dt. ഓക്കെ, ഇതാണ് 4 മാക്സ്വെൽസ് ഇക്വേഷൻസ്. അപ്പൊ നമ്മളോട് ചോദിച്ച കാര്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. അഡീഷണൽ ഞാൻ കുറച്ച് പോയിന്റ്സ് കൂടെ പറയട്ടെ. ദേ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി, നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുമ്പം അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ പറയുന്നത്? d/dt ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, വിച്ച് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുവാണ്? ടൈമിനനുസരിച്ച് വേരി ചെയ്യുവാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലൈൻ ഇന്റഗ്രൽ E ഡോട്ട് dl, വിച്ച് മീൻസ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് തരുന്നുണ്ട്. നോക്കിക്കേ, d/dt ഓഫ് d/dt മാഗ്നറ്റിക് ഫ്ലക്സ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമ്പം എന്ത് തരുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ നോക്കി, വൈസ് വേഴ്സ പോസിബിൾ ആണോ നമുക്ക് നോക്കാം. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ, വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് നോക്കാം. ലാസ്റ്റ് ഇക്വേഷൻ നോക്കി, ലാസ്റ്റ് ഇക്വേഷനിലെ ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ടാമത്തെ ടേം ഒന്ന് നോക്കി, μ0 ε0 d∅e ബൈ dt. എന്താ അത് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ഇന്റഗ്രൽ B ഡോട്ട് dl, വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ ഒരു 4 ഇക്വേഷൻ്റെ അകത്തുനിന്ന്, മാക്സ്വെല്ലിന്റെ 4 ഇക്വേഷൻസിൻ്റെ അകത്തുനിന്നും നമുക്ക് കിട്ടുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, മാക്സ്വെൽസിന്റെ ഈ 4 ഇക്വേഷൻസിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇതില് ε0 d∅e ബൈ dt എന്ന് പറയുന്നതാണ് ആര്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ε0 d∅e ബൈ dt, വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ നമ്മൾ പറഞ്ഞു മാക്സ്വെൽസിന്റെ 4 ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ഹൗ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ്ഡ്? മാക്സ്വെൽസ് ഇക്വേഷൻ്റെ അകത്തുനിന്ന് കിട്ടിയ ആ ഒരു ഐഡിയ ആണ്. അതെങ്ങനെയാ ഉണ്ടാവുന്നതെന്ന്. എങ്ങനെയാ ഉണ്ടാവുന്നേ? എപ്പോഴാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നേ? നമുക്കറിയാം, റെസ്റ്റിലിരിക്കുന്ന ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തരുന്നുണ്ട്.
ഇനി ചാർജ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ കറണ്ട്. ഓക്കെ, ചാർജ് യൂണിഫോംലി ആ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി കറണ്ട് ഉണ്ടാവും. ഈ സ്റ്റഡി കറണ്ടിന് ചുറ്റും അല്ലെങ്കിൽ ഈ സ്റ്റഡി കറണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് ആക്സിലറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലോ, വെലോസിറ്റി ചേഞ്ച് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലോ, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് വേരിയിങ് വിത്ത് ടൈമിനനുസരിച്ച് വേരിയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജ് ആക്സിലറേറ്റ് ചെയ്യുമ്പം എന്തുണ്ടാവും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഓസിലേറ്റിംഗ് ചാർജ് എന്ന് പറയാം. ഓസിലേറ്റിംഗ് ചാർജ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സിലറേറ്റിംഗ് ചാർജ്. അപ്പൊ ഈ ചാർജ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓസിലേറ്റിംഗ് വിത്ത് എ ഫ്രീക്വൻസി, ഓക്കെ, ഓസിലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ ഓസിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. പുതിയതായിട്ടുണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓസിലേറ്റിംഗ് ചാർജ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് തരും. വീണ്ടും ആ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓസിലേറ്റ് ചെയ്യുന്ന ചാർജ് ഓസിലേറ്റ് ചെയ്യുന്നത് വിത്ത് എ ഫ്രീക്വൻസി ആണ്. ആ സെയിം ഫ്രീക്വൻസി ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെയും ഫ്രീക്വൻസി. ഓക്കെ, നമുക്കറിയാം വേവിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഓസിലേറ്റ് ചെയ്ത ചാർജിന് എത്രമാത്രം ഫ്രീക്വൻസി ഉണ്ടായിരുന്നോ അത്രയും ഫ്രീക്വൻസി തന്നെ ആർക്കും ഉണ്ട്? അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനും ഉണ്ട്. മനസ്സിലായോ എങ്ങനെയാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന്? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതോടെ നോക്കിയാലോ. How do you convince yourself that electromagnetic waves carry energy and momentum? Electromagnetic waves ഉണ്ടാകുന്ന ആക്സിലറേറ്റഡ് ചാർജസ് കാരണമാണ്. പക്ഷെ അതിന് ചാർജ് ഇല്ല, ചാർജ് ലെസ് ആണ്. പക്ഷെ അതിന് എനർജി ഉണ്ട്, മൊമെന്റം ഉണ്ട്. എനർജി ഉണ്ട്, മൊമെന്റം ഉണ്ട്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് എനർജിയും മൊമെന്റം ഉണ്ടെന്ന്? നമുക്ക് ഓൾറെഡി അറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആരാ? ഫോട്ടോൺസ്. ഓക്കെ, ഈ ഫോട്ടോൺസിനെ പറ്റി ഇൻ ഡീറ്റെയിൽഡ് നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ്റെ അത് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ഫോട്ടോൺസ്. ഫോട്ടോൺസിന് എന്തുണ്ട്? എനർജി ഉണ്ട്, മൊമെന്റം ഉണ്ട്. എത്രയാടാ കുഞ്ഞുങ്ങളെ അവരുടെ എനർജിയും മൊമെന്റവും? എനർജി E is equal to energy of photon is equal to h nu. ഒരു സിംഗിൾ ഫോട്ടോൺസിന്റെ കുറച്ച് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ NH nu. ഇനി മൊമെന്റം എത്രയാണ്? മൊമെന്റം ഈക്വൽ ടു E/c. ഓക്കെ, മൊമെന്റം എന്ന് പറയുന്നത് E/c ആണ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്തുണ്ട്? എനർജി ഉണ്ട്, മൊമെന്റം ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡ്രോ എ ഡയഗ്രാം. പടം വരയ്ക്കാൻ പറഞ്ഞിരിക്കുക. എന്തിൻ്റെയാ? ഷോയിങ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എലോങ് ദി എക്സ് ഡയറക്ഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റിംഗ് ക്ലിയർലി ദ ഡയറക്ഷൻസ് ഓഫ് ദി ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്തൊക്കെയാ പടത്തിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് വേണം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും വേണം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ എങ്ങനെയാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അകത്ത് കാണപ്പെടുന്നത്? എങ്ങനെയാ കാണുന്നേ? ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ആരൊക്കെയാ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. കൂടാതെ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ്, magnetic field and direction of propagation are
മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ആരൊക്കെയാ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവിന്റെ പ്രൊപ്പഗേഷനും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? നമുക്ക് എങ്ങനെയാ മനസ്സിലായേ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെന്നുള്ള കാര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? അതും നമ്മുടെ കപ്പാസിറ്റർ സിസ്റ്റത്തിനകത്തു നിന്നാണ് കിട്ടിയേ. ഓക്കെ, വീണ്ടും ഞാൻ ആ കപ്പാസിറ്റർ സിസ്റ്റം വീണ്ടും ഒന്നുകൂടെ റീഡ്രോ ചെയ്യുവാണ്. നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സ് ചാർജ്ഡ് ആണ്. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചാർജ് ചെയ്യും. കാരണം എന്താ? കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി ആണ് അത്, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഓക്കെ, അപ്പൊ ഞാനൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും കപ്പാസിറ്റർ പ്ലേറ്റ്സ് എന്തായി? ചാർജ്ഡ് ആയി. രണ്ടും ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയി. ഈ ചാർജിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാ? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, അപ്പം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ വേരിയിങ് വിത്ത് ടൈം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാ? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കറണ്ട്. അപ്പം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ കറണ്ട് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. അല്ലേ? നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് പഠിച്ചതാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാവുന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ? ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അല്ലേ? അപ്പം കറണ്ട് ഇങ്ങോട്ടേക്കാണ്, തമ്പിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷൻ, കേളിങ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയാണ് ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് വരും? ടുവേഴ്സ് മീ. അല്ലേ? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ കുഞ്ഞുങ്ങളെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, അവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാ? 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലല്ലേ? അതെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവിന്റെ പ്രൊപ്പഗേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവ് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ആ ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് എന്ത് തരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ തരുന്നത്. ഓക്കെ, ഇനി ക്രോസ് പ്രോഡക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ആയിരിക്കണം? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. ഓൾറെഡി അറിയാം അല്ലേ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ക്രോസ് ബി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്താ തരുന്നത്? വെക്റ്റർ ഇ. ഇലക്ട്രിക് ഫീൽഡ് ക്രോസ് പ്രോഡക്റ്റ് വിത്ത് വെക്റ്റർ ബി ഇതെന്ത് തരും? ഡയറക്ഷൻ ഓഫ് ഇ എം വേവ് തരും, വിച്ച് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇ എം വേവ്. ഇ എം വേവിന്റെ ഡയറക്ഷൻ തരും ആര്? ഇ ക്രോസ് ബി. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആ ഡയറക്ഷനാണ് തന്നിരിക്കുന്നത് അല്ലെ? എക്സ് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആരാ? എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഐ ക്യാപ് അല്ലെ? ഐ ക്യാപ് ആണ് എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ക്യാപ് എന്ന് പറയുന്ന റിസൾട്ട് കിട്ടും? നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ് ഗീവ്സ് കെ ക്യാപ്. ജെ ക്യാപ് ക്രോസ് കെ ക്യാപ് ഗീവ്സ് ഐ ക്യാപ്. ആൻസർ കിട്ടി. ആരൊക്കെ തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണം? ജെ ക്യാപ്പും കെ ക്യാപ്പും. ഓക്കെ, ഇനി തിരിച്ചിട്ടാലോ? കെ ക്യാപ് ക്രോസ് ജെ ക്യാപ് ആണെങ്കിലോ? കെ ക്യാപ് ക്രോസ് ജെ ക്യാപ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ കിട്ടുന്ന ഡയറക്ഷൻ എന്ത് വരും? മൈനസ് ഐ ക്യാപ്. മൈനസ് ഐ ക്യാപ്. ഓക്കെ, വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കണം? വൈ ഡയറക്ഷനിൽ. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കണം? ഇസഡ് ഡയറക്ഷനിൽ. സപ്പോസ് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനിലും ആണെന്നുണ്ടെങ്കിൽ വേവ് നെഗറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ജെ ക്യാപ് കെ ക്യാപ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലും ആണെന്നുണ്ടെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്
പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളോട് എക്സ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ പടം വരയ്ക്കാം. ഓക്കെ, അപ്പം പടം വരയ്ക്കുമ്പം നമുക്ക് ഡയറക്ഷൻ കിട്ടി, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടി, വേവിന്റെ പ്രൊപ്പഗേഷനും നമുക്കറിയാം. ഓക്കെ, ഇനി പടം വരയ്ക്കുമ്പം ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ എന്ത് ഷേപ്പാണ് നമ്മൾ വരയ്ക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനും ഒക്കെ നമ്മൾ ഒരു സൈനസോയിഡൽ ഷേപ്പ് ആയിട്ടാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈനസോയിഡൽ ഗ്രാഫ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ അത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവുമായിരിക്കണം. അപ്പം നമ്മൾ ഫിഗർ വരയ്ക്കുമ്പം ആ രീതിക്ക് വേണം വരയ്ക്കാൻ. അപ്പം നമുക്ക് ടീച്ചേഴ്സിനെ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഇംപ്രസ് ചെയ്യാം. കാര്യമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പം നിങ്ങൾ പെൻസിൽ സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല നീറ്റ് ആയിട്ടുള്ള ഡയഗ്രം വരയ്ക്കണം എക്സാമിന് കേട്ടോ. എങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഫുൾ മാർക്കും കിട്ടത്തുള്ളൂ. വെറുതെ നിങ്ങൾ നീറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ച് വെക്കല്, സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് തന്നെ നീറ്റ് ആയിട്ടൊരു ഡയഗ്രം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രം എന്തേ നമുക്ക് വരയ്ക്കാം. എത്ര ആക്സിസ് വേണം? 3 ആക്സിസ് വേണം. ഓക്കെ, ഇതാണ് 3 ആക്സിസ്. അപ്പം ഇത് ഇവിടെ ഞാൻ എക്സ്, വൈ, ഇസഡ്, നമ്മുടെ റൈറ്റ് ഹാൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ എക്സ്, വൈ, ഇസഡ് മാർക്ക് ചെയ്യുന്നത്. ഇനി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കണം? എക്സ് ഡയറക്ഷനിൽ. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്ക് വരണം? ഇലക്ട്രിക് ഫീൽഡ് ജെ ക്യാപ് ക്രോസ് കെ ക്യാപ്, ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിൽ വരണം. ഓക്കെ, വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ഫോമിൽ വരയ്ക്കണം? സൈനസോയിഡൽ ഫംഗ്ഷൻ ആയിട്ട് വരയ്ക്കണം. അതായത് സൈൻ ഗ്രാഫ് പോലെ ഇരിക്കണം നമ്മുടെ ഫിഗർ. എങ്ങനെ വരണം? ഇങ്ങനെയാണ് നമ്മളൊരു സൈൻ വരയ്ക്കുന്നത് അല്ലേ, ഒരു സൈൻ സെയിം. കണ്ടോ, നിങ്ങൾ പെൻസിലും കൊണ്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന കറക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റബ്ബ് ചെയ്ത് ഇറേസ് ചെയ്ത് നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. ഇതാണ് എന്ത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് അലോങ് വൈ ആക്സിസ്. ഇനി ആരെ വരയ്ക്കണം? മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം, വിച്ച് ഈസ് അലോങ് ഇസഡ് ആക്സിസ്. എന്താ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണ്ടേ? ആംപ്ലിറ്റ്യൂഡ് ഇപ്പം വരച്ചതിനേക്കാളും കുറവായിരിക്കണം. വിച്ച് മീൻസ് ഈ ആക്സിസിൽ നിന്നുള്ള ഈ ഹൈറ്റ് ഉണ്ടല്ലോ, അത് ഇപ്പം വരച്ചതിനേക്കാളും കുറവായിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതേ കുറച്ച് ചെരിച്ച് ഇങ്ങനെ വരയ്ക്കാം. ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ വരച്ച പാഠം പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3 ഡയമെൻഷനിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വൈ ആക്സിസിന് പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻസിനെ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യാം. ഇനി ഇസഡ് ആക്സിസിന് പാരലായിട്ടാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കാണിക്കാൻ, ഇസഡ് ആക്സിസിന് പാരലായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇത് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക ഇതുപോലെ. അപ്പം ഫിഗർ നമ്മുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്ന മിസ്സിന് അല്ലെ സാറിന് കറക്റ്റായിട്ട് മനസ്സിലാകും നമുക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് പ്ലെയിൻ വേവ് ഈസ്. ഇലക്ട്രോ മാഗ്നറ്റിക് പ്ലെയിൻ വേവിൻ്റെ ഡയറക്ഷനെ പറ്റിയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഓപ്ഷൻ വരും? ചാടി പറഞ്ഞേ. പാരലൽ ടു ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. പാരലൽ ആണോ? അല്ല. വിച്ച് ഈസ് നോട്ട് പാരലൽ. ഒൺലി പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന് മാത്രമേ പെർപെൻഡിക്കുലർ ഉള്ളൂ ആണോ? അല്ല. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. തേർഡ് വൺ, പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. കറക്റ്റ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവിന്റെ പ്രൊപ്പഗേഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി. എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, then the next question. An electromagnetic wave travels in vacuum. വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാടാ കുഞ്ഞുങ്ങളെ വാക്വത്തിൽ കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത്. എല്ലാ വേവിനും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഒരു മീഡിയം വേണം. പിന്നെ എങ്ങനെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് വരുന്നത്? നമ്മുടെ മെയിൻ സോഴ്സ് ആരാ? സണ്ണാ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ മെയിൻ സോഴ്സ് സണ്ണാണ്.
അപ്പോൾ ആ സണ്ണിൽ നിന്ന് വരുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്? വിച്ച് മീൻസ് എർത്തിൽ എത്തുന്നത്. ഇൻ ബിറ്റ്വീൻ എന്തില്ല? മീഡിയം ഇല്ല. പിന്നെ എങ്ങനെയാ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തുന്നത്? ഓക്കെ, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആര് വേണ്ട? ഒരു മീഡിയം വേണ്ട. മീഡിയത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. എങ്ങനെയാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അവർ തന്നെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ് ഇങ്ങെത്തുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണ്ട? ഒരു മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ഈ ക്വസ്റ്റിനും കൂടെ നമുക്ക് ആൻസർ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഡയറക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ്? ഡയറക്ഷൻ അവർ ചോദിച്ചിരിക്കുന്നത്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇസഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇ ക്രോസ് ബി. ഇ ക്രോസ് ബി എന്ത് തരും? ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെക്ടർ ഇ ക്രോസ് വെക്ടർ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇസഡ് ഡയറക്ഷൻ കിട്ടണം. ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആരാ? നമ്മുടെ കെ ക്യാപ്. എന്തെഴുതാം? കെ ക്യാപ്. എന്തൊക്കെ തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാ നമുക്ക് കെ ക്യാപ് കിട്ടുന്നേ? ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ്. ഓക്കെ, ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ് ഗീവ്സ് കെ ക്യാപ്. അപ്പം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? എക്സ് ഡയറക്ഷനിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? വൈ ഡയറക്ഷനിൽ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതോ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അതിനൊരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് ഈസ് 3 മെഗാഹെർട്സ്, വാട്ട് ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്? ഫ്രീക്വൻസി 3 മെഗാഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്തും ഫ്രീക്വൻസിയും എങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാ? വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനലാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വേവ് ലെങ്ത് വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത്. ലാംഡ ഈസ് ഈക്വൽ ടു c by nu, where c is the speed of light in vacuum. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വാക്വം ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വാക്വം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? c by nu. ലാംഡ ഈസ് ഈക്വൽ ടു c by nu. c എത്രയാ? 3 × 10⁸. ന്യൂ എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത്? 3 മെഗാഹെർട്സ്. ആ മെഗാഹെർട്സിനെ SI യൂണിറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റണം. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഏതാ? ഹെർട്സ്. അപ്പോൾ മെഗാ എന്ന് പറയുമ്പം എങ്ങനെ എഴുതാം നമുക്ക്? 3 × 10⁶. 3 × 10⁶. എത്ര കിട്ടും? 1 × 10⁻², which is equal to 100 മീറ്റർ. വേവ് ലെങ്ത് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അതുപോലെ വേവ് ലെങ്ത് തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതുപോലത്തെ കുഞ്ഞു ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലും പഠിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. കാരണം കുഞ്ഞു ഇക്വേഷൻ ആയതുകൊണ്ട്, ചെറിയ ഇക്വേഷൻസ് ആയതുകൊണ്ട് നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിൻ്റെ നോട്ട് എഴുതുമ്പം ഇക്വേഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം, ഓക്കെ, അല്ലെങ്കിൽ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ ചെറിയ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തേക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ പാർട്ട് ടഫ് അല്ല, വെറുതെ സബ്സ്റ്റിറ്റ്യൂഷനും നമ്മുടെ മാത്തമാറ്റിക്കൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനും കൂടെ. ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ. ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴാ മാക്സിമം? ഇവിടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴോ? ട്രാവൽസ് ത്രൂ വാക്വം. വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇനി ഒരു മെറ്റീരിയൽ മീഡിയത്തിനകത്ത് കയറി കഴിഞ്ഞാലോ സ്പീഡ് എന്ത് ചെയ്യും? കുറയും അല്ലേ? ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ നോർമലി എയറിൽ കൂടെ നടക്കുന്ന പോലെയാണോ നമ്മൾ വാട്ടറിൽ കൂടെ നടക്കുന്നത്? അല്ല. ഇനി വാട്ടറിന് കുറച്ചും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ഉണ്ടെങ്കിലോ പിന്നെ നമ്മുടെ സ്പീഡ് കുറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. ആരുമില്ല അല്ലെങ്കിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഒബ്സ്റ്റക്കിളും ഇല്ല എന്നുണ്ടെങ്കിൽ, വാക്വത്തിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ആള് നല്ല ഫ്രീ ആയിട്ട് നല്ല സ്പീഡിൽ മാക്സിമം കിട്ടാൻ പറ്റുന്ന എത്രയും സ്പീഡാണോ
അത്രയും സ്പീഡിൽ ട്രാവൽ ചെയ്യും. ആ സ്പീഡാണ് എന്ത്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അതൊരു മീഡിയത്തിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലോ, വാട്ടറിലോ ഗ്ലാസ്സിലോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലോ സ്പീഡ് കുറയും. ഓക്കെ, അപ്പം സ്പീഡ് മാക്സിമം എവിടെയാണ്? വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് മാക്സിമം സ്പീഡ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വലിയൊരു ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ആ ഇക്വേഷൻ്റെ അകത്ത്? ആദ്യമേ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച വേവ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വേവ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വേവ്സിൻ്റെ അകത്ത് നമ്മൾ ഒരു വേവിനെ എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പഠിച്ചായിരുന്നു. y = a sin ωt. ചിലർ a cos ωt എന്നും എടുത്തിട്ടുണ്ട്. സൈനും കോസും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതിൽ സൈനോ കോസോ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ അകത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, ഈ വൈ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാ? ഈ വൈ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഉറപ്പായിട്ടും വൈ ഡയറക്ഷനിലായിരിക്കും. വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ ഏത് വരും? ജെ ക്യാപ്പ് വരും. അപ്പം ജെ ക്യാപ്പ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഈ വൈ = 30. ആ 30 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇലക്ട്രിക് ഫീൽഡിന് വരാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് എത്രത്? 30. ഓക്കെ, അതിനെ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? E0. അപ്പൊ E0 നമുക്ക് എത്ര കിട്ടും? E0 എന്ന് പറയുന്നത് 30. പീക്ക് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. സൈൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 2 × 10⁻11t. ഇതിൻ്റെ അകത്ത് ആ 2 × 10⁻11 എന്താ? നമ്മുടെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. എ സൈൻ ωt എന്നല്ലേ എഴുതുന്നേ? അപ്പം ടിയുടെ കൂടെയുള്ള ആ ടേം ആരാ? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. അപ്പം നമുക്ക് ഒമേഗ തന്നിട്ടുണ്ട് 2 × 10⁻11. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞൊരു നെഗറ്റീവ് സൈൻ ആണ്. വിച്ച് മീൻസ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, 300π × x. ഇതിനെ നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാം? kx-ഉമായിട്ട് കമ്പയർ ചെയ്യാം. kx-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? k എത്ര കിട്ടും? k = 300π. ഓക്കെ, x എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏത് ഡയറക്ഷനാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ തരുന്നത് ആരാണ്? നമ്മുടെ ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ കൂടെ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k ആണ്. kയുടെ കൂടെ ആരാണോ ഏത് ഡയറക്ഷൻ ആണോ ഉള്ളത് ആ ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ k ഏതാണ്? 300π ആണ്. അപ്പം ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? x ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് x ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? E×B ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടണം? I കിട്ടണം. I കിട്ടണമെന്നുണ്ടെങ്കിൽ E എന്ന് പറയുന്നത് y ഡയറക്ഷനിലാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യാൻ പോവാണേ. അപ്പം E×B ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? I ക്യാപ് ഡയറക്ഷൻ കിട്ടണം. കാരണം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് x ഡയറക്ഷനിലാണ്. ഈയുടെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് അലോങ് ജെ ക്യാപ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ J×K ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? I കിട്ടുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാ? മാഗ്നറ്റിക് ഫീൽഡ് ദേ Z ഡയറക്ഷനിലാ. ഓക്കെ, അപ്പം ഡയറക്ഷൻ കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാൻ വേണ്ടിയിട്ട് ഇവർക്കുള്ള ചേഞ്ച് എന്താണ്? 2 ചേഞ്ചേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. കൂടാതെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറവുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സംഭവം കിട്ടും. എന്താ സംഭവം? നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത്
E0 ബൈ B0 എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് c. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ B0 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? B0 ഇസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? E0 ബൈ c ചെയ്യണം. ഓക്കെ, E0 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30 ആണ് നമ്മുടെ E0. 30 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 റേസ് ടു 8 വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8. 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 8. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 നാനോ ടെസ്ല. എഴുതുന്നൊരു കുഴപ്പമില്ലല്ലോ. നാനോ എന്ന് പറയുന്നത് 10 റേസ് ടു മൈനസ് 7. ഓക്കെ, അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടി, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എഴുതിയാലോ? എക്സ്പ്രഷൻ്റെ അകത്ത് വരുന്ന വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡിനും ചേഞ്ച് വരുത്തണം, കൂടാതെ നമ്മുടെ ഡയറക്ഷനും ചേഞ്ച് വരുത്തണം. ബാക്കി ആ സൈൻ തൊട്ട് ബ്രാക്കറ്റിലുള്ള എല്ലാം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനും സെയിം തന്നെയാണ്. അങ്ങനെ വരാൻ കാരണം ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, അതായത് ഒമേഗയും കെയും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് വേവും വേവ് വെക്ടറും ഒക്കെയാണ് തന്നിരിക്കുന്നത്. അത് ഫോർ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബി അലോങ് ഇസഡ് ഡയറക്ഷൻ ഈക്വൽ ടു B0. B0 എത്ര കിട്ടിയേ? 100 നാനോ ടെസ്ല. ഓക്കെ, സൈൻ 2 ഇൻറ്റു 10 റേസ് ടു 11t മൈനസ് 300 പൈ ഇൻറ്റു എക്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. അപ്പം നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാൻ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം സെയിം ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് തന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കി, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പീക്ക് വാല്യൂ. ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പീക്ക് വാല്യൂ ആണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഈ ഇക്വേഷൻ്റെ അകത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാടാ കുഞ്ഞുങ്ങളെ? 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7. അപ്പം വാട്ട് ഈസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ടെസ്ല. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് എന്താ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് എങ്ങനെ നമ്മൾ ഈ കേസിൽ കണ്ടുപിടിക്കും? വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെ വാല്യൂ ആണ് അറിയേണ്ടത്? ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ അകത്തെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെയും നമ്മുടെ വേവ് ലെങ്തും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 2π ബൈ കെ. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 2π ബൈ കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? നോക്കി, കെയുടെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാ? 0.5 ഇൻറ്റു 10 റേസ് ടു 3. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 2 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 10 റേസ് ടു 3. ഇതാണ് എന്ത്? നമ്മുടെ വേവ് ലെങ്ത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എത്രയാ? 3 ഇൻറ്റു 10 റേസ് ടു 8. ലാംഡ എത്രയാ? ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം നമുക്ക്. ഇൻറ്റു 10 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 2π. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയും മീറ്ററും ഇത്രയും ഹെഡ്സും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മൂവ് ഇൻ ഇസഡ് ഡയറക്ഷൻ, ദേ ഈ തന്നിരിക്കുന്ന വേവ് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയണം. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മുടെ ഇക്വേഷനകത്ത് എന്ത് വേണ്ട? ഡയറക്ഷൻ്റെ ആവശ്യമില്ല, തന്നിട്ടില്ലല്ലോ അവർ. പിന്നെ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഇക്വേഷൻ അറിയാം. E0 ബൈ B0 ഈക്വൽ ടു സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E0 ഈക്വൽ ടു സി B0 വിച്ച് ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് 3 ഇൻറ്റു 10 റേസ് ടു 8 ആണ്. ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ആണ്. അപ്പോൾ എത്ര കിട്ടും?
3 2s are 6. 6 into 60. 60 എന്ന് കിട്ടും അല്ലേ? 60 വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതിക്കേ. ഈസ് ഈക്വൽ ടു E0. E0 എത്രയാ? 60. 60 സൈൻ kx. k എത്രയാണ്? 0.5 into 10 raised to 3 into x പ്ലസ് ഒമേഗ ടി. ഒമേഗ എത്രയാ? 1.5 into 10 raised to 11. ഇതാണ് നമ്മുടെ ഒമേഗ. 1.5 into 10 raised to 11 t. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. എഫ് എന്ന് എഴുതുന്നോളെ. ഓക്കെ, ഫോർ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദ റേഷ്യോ ഓഫ് ഇ ടു ബി ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇ ടു ബി, ഇ ബൈ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് ഓഫ് ലൈറ്റ് കിട്ടും. എന്താണ്? ട്രൂ ആണ്. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ലീഡ്സ് ബൈ പൈ ബൈ 2. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇലക്ട്രിക് ഫീൽഡ് ലീഡ് ബൈ പൈ ബൈ 2. ആരും ലീഡ് ചെയ്യുന്നുമില്ല, ആരും ലാഗ് ചെയ്യുന്നുമില്ല. രണ്ടുപേരും അല്ലെങ്കിൽ പ്രൊപ്പഗേഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് ചാർജ്. ശരിയാണ്, ആക്സിലറേറ്റിംഗ് ചാർജ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കുറച്ച് പാട്ടുണ്ട്, 5 പാർട്ടുണ്ട്, ചെയ്യണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് പാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ തരുന്ന ആരാ? നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ കൂടെ ആരാണോ ഉള്ളത് അയാളാണ് നമുക്ക് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പറയുന്നത്. ഓക്കെ, നോക്കിയേ, ദേ ഇവിടെ y ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നമ്മൾ ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ E0 കോസ് കെ വൈ പ്ലസ് ഒമേഗ ടി ഐ ക്യാപ്, ഇങ്ങനെയാണ് നമ്മൾ ജനറൽ എക്സ്പ്രഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പം ഈ കെ ആണ് നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ കൂടെ ആരാണ്? y ആക്സിസ് ആണ് കിടക്കുന്നത്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് y ഡയറക്ഷനിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. y ഡയറക്ഷനിലാണ് നമുക്ക് മനസ്സിലായി. y ഡയറക്ഷൻ വേണേ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഇവിടെ നോക്കിയേ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഈ സെൻട്രയിൽ കിടക്കുന്ന സൈൻ പ്ലസ് സൈൻ അല്ലേ, വിച്ച് മീൻസ് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പം ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? മൈനസ് y ഡയറക്ഷൻ, വിച്ച് ഈസ് മൈനസ് ജെ ക്യാപ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദി വേവ് ലെങ്ത്? വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ ഈസ് ഈക്വൽ ടു 2π ബൈ കെ. ലാംഡ ഈസ് ഈക്വൽ ടു 2π ബൈ കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2π by 1.8. 2π by 1.8. ഓക്കെ, 1.8ന് നമുക്ക് 2π by 1.8. ഓക്കെ, വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു c by lambda, which is equal to 3 into 10 raised to 8 divided by 2π mil 1.8. ഇത്രയും ഹെർട്സ്, ഇത്രയും മീറ്റർ. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി വേവ്? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? E0 by B0 എന്താ നമുക്ക് തരുന്നേ? C. E0 by B0 gives C. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ B0 എത്ര കിട്ടും? B0 എന്ന് പറയുന്നത് E0 by C. E0 by C ആണ് B0 തരുന്നത്. ഓക്കെ, E0 by C എന്ന് പറയുമ്പം 30 by 3 into 10 raised to 8. അപ്പം B0യുടെ വാല്യൂ എങ്ങനെ എഴുതാം? 30 by 3 into 10 raised to 8, which is equal to 10 into 10 raised to 8, which is equal to 100 nano Tesla. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടിന്റെ ഇക്വേഷനും കൂടെ നമുക്ക് എഴുതിയാലോ. എന്ത് വരും മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടിന്റെ ഇക്വേഷൻ? B equal to 100 nano Tesla cos 1.8 y plus 5.4 into 10 raised to 60. ഏത് ഡയറക്ഷൻ വരും?
ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഐ ക്യാപ് ഡയറക്ഷൻ. ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വെക്ടർ ഇ ക്രോസ് വെക്ടർ ബി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? മൈനസ് ജെ ക്യാപ്പ് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഐ ക്യാപ് ഡയറക്ഷനിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് തന്നിട്ടുണ്ട് ഐ ക്യാപ് ഡയറക്ഷൻ. ക്രോസ് പ്രോഡക്റ്റ് വിത്ത് സംതിങ് ഗീവ്സ് മൈനസ് ജെ ക്യാപ്പ്. എന്തുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ്? കെ ക്യാപ്പ്. എന്ത് കിട്ടും? മൈനസ് ജെ ക്യാപ്പ്. ഡയറക്ഷൻ ഇവിടെ എന്ത് വരും? കെ ക്യാപ്പ് ഡയറക്ഷൻ. ഡയറക്ഷൻ കെ ക്യാപ്പ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഹാഫ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെ ടോപ്പിക്സ് ആണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവിന്റെ പ്രൊപ്പഗേഷനും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവ് പ്രൊപ്പഗേഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കിട്ടും. തിരിച്ച് ചെയ്യരുത്, ബി ക്രോസ് ഇ ചെയ്യരുത്. കാരണം ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പം ഓർഡർ നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. വാക്വത്തിൽ കൂടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒരു മീഡിയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിന്റെ അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾ ആണ് ആര്? ഫോട്ടോൺസ്. ഫോട്ടോൺസിന് എന്തുണ്ട്? എനർജി ഉണ്ട്, മൊമെന്റം ഉണ്ട്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യുന്ന ചാർജിന്റെ സെയിം ഫ്രീക്വൻസിയാണ്. ചാർജ് ഓസിലേറ്റ് വിത്ത് എ ഫ്രീക്വൻസി 50 Hz ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെയും ഫ്രീക്വൻസി എത്ര തന്നെയാണ്? 50 Hz തന്നെയാണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് ഓഫ് ലൈറ്റ് കിട്ടും. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡയറക്ഷനും ഡിഫറൻസ് കാണും, അവരുടെ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂസിനും ഡിഫറൻസ് കാണും. ഡയറക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ E0/B0 = C എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, ടൈം പീരീഡ് കണ്ടുപിടിക്കാം. എങ്ങനെയൊക്കെയാ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ഈക്വൽ ടു 2π ആണ്. ഓക്കെ, അതുപോലെ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/T ആണ്. ആംഗുലാർ ഫ്രീക്വൻസി അറിയാവുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം, ടൈം പീരീഡും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി വേവ് വെക്ടർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് K അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, വിച്ച് ഈസ് 2π/K. ഓക്കെ, അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ? ന്യൂ ഈസ് ഈക്വൽ ടു C/λ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഷുവർ ആയിട്ടും ബോർഡ് എക്സാമിന് സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, ഏത് സിലബസ് ആയിക്കോട്ടെ, ഷുവർ ആയിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ അകത്തൊന്നും ഇല്ലാത്ത ഒരു വർഷം പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.